ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവ വചനം പഠിക്കുവാൻ തക്കവണ്ണം ഒരുമിച്ചായിരിക്കാൻ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന ഒന്നാമത്തെ യാഗമായ ഹോമയാഗത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് 2-ാം അധ്യായത്തിൽ ഭോജനയാഗത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. നമുക്ക് 2-ാം അധ്യായം ഒന്ന് വായിക്കാം. അല്പം സമയം സാരമില്ല, കാരണം നിങ്ങൾക്ക് ബൈബിൾ ക്ലാസ് ആണല്ലോ. 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കാം. ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവന്റെ വഴിപാട് നേരിയ മാവ് ആയിരിക്കണം. അവൻ അതിന്മേൽ എണ്ണയൊഴിച്ച് കുന്തുരുക്കവും ഇടേണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ അടുക്കൽ അത് കൊണ്ടുവരണം. അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും കുന്തുരുക്കം മുഴുവനും എടുക്കണം. പുരോഹിതൻ അത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. എന്നാൽ ഭോജനയാഗത്തിന്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം. യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ ഇത് അതിവിശുദ്ധം. അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം. നിന്റെ വഴിപാട് ചട്ടിയിൽ ചുട്ട ഭോജനയാഗം ആകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത നേരിയ മാവ് കൊണ്ട് ആയിരിക്കണം. അത് കഷണം കഷണമായി നുറുക്കി അതിന്മേൽ എണ്ണ ഒഴിക്കണം. അത് ഭോജനയാഗം. നിന്റെ വഴിപാട് ഉരുളിയിൽ ചുട്ട ഭോജനയാഗം ആകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് ഉണ്ടാക്കണം. ഇവ കൊണ്ട് ഉണ്ടാക്കിയ ഭോജനയാഗം നീ യഹോവയ്ക്ക് കൊണ്ടുവരണം. അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുചെല്ലുകയും അവൻ അത് യാഗപീഠത്തിങ്കൽ കൊണ്ടുപോവുകയും വേണം. പുരോഹിതൻ ഭോജനയാഗത്തിന്റെ നിവേദ്യം എടുത്ത് യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി ദഹിപ്പിക്കണം. ഭോജനയാഗത്തിന്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം. അത് യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധം. നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാഗവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത്. പുളിച്ചത് ഒന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത്. അവ ആദ്യഫലങ്ങളുടെ വഴിപാടായി യഹോവയ്ക്ക് അർപ്പിക്കാം. എങ്കിലും സൗരഭ്യവാസനയായി യാഗപീഠത്തിന്മേൽ അവ കയറരുത്. നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. നിന്റെ ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗം യഹോവയ്ക്ക് കഴിക്കുന്നുവെങ്കിൽ കതിർ ചുട്ട ഉതിർത്ത മണികൾ ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗമായി അർപ്പിക്കണം. അതിന്മേൽ എണ്ണയൊഴിച്ച് അതിന്മീതെ കുന്തിരിക്കവും ഇടേണം. അത് ഒരു ഭോജനയാഗം. ഉതിർത്ത മണിയിലും എണ്ണയിലും കുറേശ്ശെയും കുന്തിരിക്കം മുഴുവനും പുരോഹിതൻ നിവേദ്യമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് ഒരു ദഹനയാഗം. ദൈവത്തിന് സ്തോത്രം. ഭോജനയാഗത്തെക്കുറിച്ചാണ് ഈ ഒരു അധ്യായം മുഴുവനും പറഞ്ഞിരിക്കുന്നത്. നാം ചിലപ്പോൾ ചിന്തിക്കും, ഇതൊക്കെ എന്താ പ്രയോജനമുള്ളൂ, ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ കാര്യം, ഇതെന്താ ഇങ്ങനെയൊക്കെ ഈ എഴുതിയിരിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ നാം ചിന്തിച്ചു പോകും, ഇല്ലേ? നമ്മൾ വെറുതെ വായിച്ചു നോക്കുമ്പോൾ അടുപ്പത്ത് വെച്ച് ചുട്ട് അത് നേരിയ മാവ് കൊണ്ട് എണ്ണ ചേർത്ത് പുളിപ്പില്ലാത്ത ദോശയും വടയും ഒക്കെ ചുട്ട് ഇതൊക്കെ എന്നാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആഴമേറിയ ചില ആത്മീക സത്യങ്ങൾ ദൂതുകൾ നൽകുവാൻ തക്കവണ്ണം
തിരുവചനം ഇന്നും അന്നും എന്നും ജീവനും ചൈതന്യമുള്ളതായി നിലനിൽക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭോജനയാഗത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ രക്തച്ചൊരിച്ചിലില്ലാത്ത ഏക യാഗമാണ് ഭോജനയാഗം. രക്തച്ചൊരിച്ചിലില്ലാത്ത ഏക യാഗമാണ് ഭോജനയാഗം. മറ്റ് യാഗങ്ങളിലെല്ലാം രക്തച്ചൊരിച്ചിലുണ്ട്. എന്നാൽ ഈ ഭോജനയാഗത്തിൽ മാത്രം രക്തച്ചൊരിച്ചിലില്ല. അതുകൊണ്ടാണ് രക്തച്ചൊരിച്ചിലില്ലാത്ത ഏക യാഗമായി നാം ഈ ഭോജനയാഗത്തെ കാണുന്നത്. എന്നാൽ രക്തച്ചൊരിച്ചിലുള്ള യാഗം അർപ്പിക്കാത്ത ഒരുവന് ഭോജനയാഗം അർപ്പിക്കാൻ അവകാശമില്ല. രക്തച്ചൊരിച്ചിലുള്ള യാഗം അർപ്പിച്ചവനെ ഭോജനയാഗം അർപ്പിക്കാൻ പറ്റുള്ളൂ. രക്തച്ചൊരിച്ചിലുള്ള യാഗം അർപ്പിക്കാത്തവന് ഭോജനയാഗം അർപ്പിക്കുവാൻ അവകാശമില്ല. 3 വിധത്തിൽ ഭോജനയാഗം അർപ്പിക്കാം. വായിച്ച വാക്യങ്ങളിലുള്ളതാണ്. 3 വിധത്തിൽ ഭോജനയാഗം അർപ്പിക്കാം. അതിൻ്റെ 1-ാമത്തെ വാക്യം, ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവൻ്റെ വഴിപാട് നേരിയ മാവായിരിക്കണം. നേരിയ മാവ് കൊണ്ട് യഹോവയ്ക്ക് ഭോജനയാഗം അർപ്പിക്കാം. 3 വിധത്തിൽ ഭോജനയാഗം അർപ്പിക്കാം. 1, നേരിയ മാവ് കൊണ്ട് യഹോവയ്ക്ക് ഭോജനയാഗം അർപ്പിക്കാം. 2-ാമത്തേത് 4-ാം വാക്യം, അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം. തീയിൽ ചുട്ടെടുത്ത ദോശയോ വടയോ കൊണ്ട് യഹോവയ്ക്ക് ഭോജനയാഗം അർപ്പിക്കാം. തീയിൽ ചുട്ടെടുത്ത ദോശയോ വടയോ ഭോജനയാഗമായി അർപ്പിക്കാം. 3, അതിൽ 14-ാം വാക്യം, നിന്റെ ആദ്യ ഫലങ്ങളിലെ ഭോജനയാഗം യഹോവയ്ക്ക് കഴിക്കുന്നുവെങ്കിൽ കതിർ ചുട്ട ഉതിർത്ത മണികൾ ആദ്യ ഫലങ്ങളിലെ ഭോജനയാഗമായി അർപ്പിക്കണം. ആദ്യ ഫല മലർ കൊണ്ട് ഭോജനയാഗം അർപ്പിക്കാം. ആദ്യ ഫല മലർ. ഇങ്ങനെ 3 വിധത്തിൽ യഹോവയ്ക്ക് ഭോജനയാഗം അർപ്പിക്കാം. നേരിയ മാവ് കൊണ്ട്, തീയിൽ ചുട്ടെടുത്ത ദോശയോ വടയോ കൊണ്ട്, ആദ്യ ഫല മലർ കൊണ്ട്. ഈ ഭോജനയാഗം അർപ്പിക്കുമ്പോൾ 3 കൂട്ടം ചേർക്കണം. 3 കൂട്ടം സാധനങ്ങൾ, 3 കൂട്ടം വസ്തുക്കൾ അതിനോട് ചേർത്ത് അർപ്പിക്കണം. 1, അതിൻ്റെ 13-ാം വാക്യം, നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കണം. അതിൻ്റെ 5-6 വാക്യങ്ങൾ, എണ്ണ ചേർക്കണം. എണ്ണ ചേർക്കണം. 3, 15-ാം വാക്യം, അതിന്മേൽ എണ്ണ ഒഴിച്ച് അതിന്മീതെ കുന്തിരിക്കവും ഇടണം. കുന്തിരിക്കം ചേർക്കണം. ഇങ്ങനെ 3 കൂട്ടം ചേർക്കണം. 1 ഉപ്പ്, 2 എണ്ണ, 3 കുന്തിരിക്കം. 2 കൂട്ടം കാര്യങ്ങൾ ചേർക്കരുത്. 11-ാം വാക്യം, നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാഗവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത്. പുളിച്ചതൊന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത്. 2 കൂട്ടം കാര്യങ്ങൾ ചേർക്കരുത്. 1 പുളിപ്പ് അരുത്, 2 തേൻ അരുത്. ഇങ്ങനെ 2 കൂട്ടം കാര്യങ്ങൾ ചേർക്കരുത്. പുളിപ്പ് പാടില്ല, തേൻ ചേർക്കാൻ പാടില്ല. ഇതൊക്കെ വിവരിച്ച് വരുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും. ആത്മീകമായ ആഴങ്ങളും മർമ്മങ്ങളും നമ്മുടെ ഓരോ ശുശ്രൂഷകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ദൈവത്തിന് പ്രസാദമായ ഒരു ഭോജനയാഗമായി
നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എടുത്തേണ്ട കാര്യങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. 2 കൂട്ടം ചേർക്കരുത്. വീണ്ടും അതിൻ്റെ 10-ാമത്തെ വാക്യം, ശേഷിക്കുന്നത് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം. ശേഷിക്കുന്നത് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം. ദഹിച്ചു തീരാതെ വെന്തു തീരാതെ ശേഷിക്കുന്നത് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ബോധനയാഗത്തെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഒന്ന്, രക്തച്ചൊരിച്ചിലില്ലാത്ത ഏകയാഗമാണ്. 3 വിധ വസ്തുക്കൾ, 3 വിധത്തിൽ ഇത് അർപ്പിക്കാം. 3 കൂട്ടം സാധനങ്ങൾ ചേർക്കണം. 2 കൂട്ടം സാധനങ്ങൾ ചേർക്കരുത്. ശേഷിക്കുന്നത് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഔട്ട്ലൈൻ ആയിട്ടുള്ളത്. മാത്രമല്ല, ഇത് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് തിന്നണം. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് തിന്നണം. വീട്ടിൽ കൊണ്ടുപോയി തിന്നുവാനും അവകാശമില്ല. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ എല്ലാ യാഗങ്ങളും, ഈ യാഗങ്ങളെല്ലാം ക്രൂശ് മരണത്തെയാണ് ചൂണ്ടി നിൽക്കുന്നത്. ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തെയാണ് ചൂണ്ടി നിൽക്കുന്നത്. ഈ ബോധനയാഗം കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ അടങ്ങിയിരിക്കുന്ന, കർത്താവിൻ്റെ പരമയാഗത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന സത്യത്തിൻ്റെ നിഴലാണ്. മറ്റ് യാഗങ്ങൾ വെച്ച് നാം നോക്കുമ്പോൾ ബോധനയാഗത്തിൽ യാഗം ദൈവവും യാഗം അർപ്പിക്കുന്നവന് ഒരുപോലെ തൃപ്തിപ്പെടുകയാണ്. യാഗം അർപ്പിക്കുന്നവന് അതിൽ നിന്ന് തിന്നാൻ, അതിൽ നിന്ന് ഭക്ഷിക്കാം, അതെടുക്കാം. ദൈവത്തിനും അത് എന്ന് പറഞ്ഞാൽ ദൈവവും യാഗം അർപ്പിക്കുന്നവനും ദൈവവും ഒരുപോലെ തൃപ്തിപ്പെടുകയാണ് ഈ ബോധനയാഗത്തിൽ. ദൈവവും മനുഷ്യനും ഒരുപോലെ തൃപ്തി പ്രാപിക്കുന്നു. ദൈവം തൃപ്തനാകുന്നു, പുരോഹിതൻ തൃപ്തനാകുന്നു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൽ, യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ ദൈവവും മനുഷ്യനും ഒരുപോലെ തൃപ്തിപ്പെടുകയാണ്. ദൈവവും മനുഷ്യനും ഒരുപോലെ തൃപ്തിപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൽ പൂർണ്ണ തൃപ്തിയാണ് നാം കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ലഭിക്കുന്ന പൂർണ്ണ തൃപ്തി. ദൈവം തൃപ്തിപ്പെടുന്നു, മനുഷ്യൻ തൃപ്തിപ്പെടുന്നു. ചില ഉദാഹരണങ്ങൾ നാം ചിന്തിച്ചാൽ ഞാൻ ഓടിച്ചു പറയാം. അന്ന് ആ ശമര്യ പട്ടണമായ സുഖാറിൽ യാക്കോബിൻ്റെ ഉറവിൻ്റെ അരികിൽ ഒരു സ്ത്രീ നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ വന്നു. ശമര്യക്കാരി സ്ത്രീ. കർത്താവ് ആ ശമര്യക്കാരി സ്ത്രീയോട് സുവിശേഷം പറഞ്ഞു. അവൾ ക്രിസ്തുവുള്ളവളായി, ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചവളായി അവളുടെ ജീവിതം മാറി. അവൾ വെള്ളം കോരാനാണ് വന്നത്, വെള്ളം കോരിക്കൊണ്ടാണ് വന്നത്. പക്ഷേ അവൾക്ക് തൃപ്തിയായി. അവൾ പാത്രം അവിടെ വെച്ചിട്ടാണ് ശമര്യയിലേക്ക് പോകുന്നത്. നമുക്കറിയാം, അവൾക്ക് തൃപ്തിയായി. ആ യാക്കോബിൻ്റെ ഉറവിലെ വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രം ജീവജലം അവർക്ക് പകർന്നു കിട്ടിയപ്പോൾ കർത്താവ് പറയുന്നു, ജീവജലത്തെക്കുറിച്ചല്ലേ അവളോട് പറയുന്നത്. ആ ജീവജലം, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അവൾ വെള്ളം കോരിക്കൊണ്ടുപോകുവാൻ കൊണ്ടുവന്ന പാത്രം അവിടെ വെച്ചിട്ട് വെള്ളം കോരിക്കൊണ്ടുപോകുന്നില്ല. കാരണം ആ ജീവജലം അവൾക്ക് പൂർണ്ണ തൃപ്തി നൽകി. ശമര്യക്കാരി സ്ത്രീ അവൾ തൃപ്തയായി. യാക്കോബിന്റെ ഉറവിൽ നിന്ന് കോരിയ വെള്ളം കുടിച്ചല്ല അവൾ തൃപ്തിയായത്. ഈ മണ്ണിൻ്റെ ഉറവിൽ നിന്ന് ഉറന്നു വരുന്ന ഒന്നുമല്ല അവളെ തൃപ്തിപ്പെടുത്തിയത്.
ഈ ലോകത്ത് നിന്ന് ഉറന്നു വന്നതൊന്നുമല്ല അവളെ തൃപ്തിപ്പെടുത്തിയത്. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ തൃപ്തി തരുന്നത് ഈ ലോകത്തിൽ നിന്ന് ഉറന്നു വരുന്നതൊന്നുമല്ല. എന്നെയും നിങ്ങളെയും തൃപ്തരാക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഉറന്നു വരുന്ന ജീവജലത്തിന്റെ ഉറവയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും പിന്നെയും ദാഹിക്കും. ഈ മണ്ണിൽ നിന്ന് ഉറന്നു വരുന്നത് കുടിക്കുന്നവനെല്ലാം പിന്നെയും പിന്നെയും ദാഹിക്കും. പൂർണ്ണ തൃപ്തി കൊടുക്കുവാൻ ഈ ലോകത്തിൽ നിന്ന് ഉറന്നു വരുന്ന ഒന്നിനും സാധ്യമല്ല. ലോകത്തിന്റെ ഉറവുകളെ തേടി പോകുന്നവരുണ്ട്. ഈ ലോകപ്രകാരമുള്ള പലതിൻ്റെയും പുറകെ തൃപ്തി നേടാൻ പോകുന്നവരുണ്ട്. അവരാരും തൃപ്തിപ്പെട്ടിട്ടില്ല. എന്നാൽ സ്വർഗത്തിന്റെ ഉറവിൽ നിന്ന് അവൾ കുടിച്ചപ്പോൾ പൂർണ്ണ തൃപ്തിയുള്ളവളായി അവൾ മാറി. ശമരിയക്കാരി സ്ത്രീ, അവൾ പൂർണ്ണ തൃപ്തിയുള്ളവളായി. മാത്രമാണോ, കർത്താവ് ആ കിണറ്റിൻകരയിൽ ഇരിക്കുക, ക്ഷീണമാണ്, വിശപ്പുണ്ട്, ആഹാരം കഴിക്കണം. ശിഷ്യന്മാര് ആഹാരം കഴിക്കാൻ പോയി, ആഹാരം കൊള്ളാൻ പോയി, പട്ടണത്തിലേക്ക് ഭക്ഷണം വാങ്ങാൻ പോയി. അവര് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ കർത്താവ് എന്താണ് അവരോട് പറയുന്നത്? നിങ്ങളറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട്. കാരണം കർത്താവും തൃപ്തനായി. നിന്റെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സമർപ്പണം അതാണ്. നാം ക്രിസ്തുവിന് വകയായി മാറുമ്പോൾ മനുഷ്യനും ദൈവവും ഒരുപോലെ തൃപ്തി പ്രാപിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം മാത്രം എടുത്തു പറഞ്ഞതേ ഉള്ളൂ. മറ്റെല്ലാ കാര്യത്തിൽ മറിയാൻ തുടങ്ങി അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ ജീവിതങ്ങൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വന്നു. അവർ തൃപ്തരായി, ദൈവവും തൃപ്തനായി. ദൈവത്തിന് സ്തോത്രം. ഇന്നും കടന്നു വന്ന് തൃപ്തരാകുന്നു, ദൈവവും തൃപ്തനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ സൂമിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. 100-100-ലധികം ആളുകൾ, നിങ്ങൾ ഇത്രയും ആളുകൾ ഇന്ന് ഈ സൂമിൽ ഇപ്പോൾ ലൈവായിട്ട് ഈ ശുശ്രൂഷ നിങ്ങൾ പങ്കാളികളായിരിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഈ പൂർണ്ണ തൃപ്തി തരാൻ ദൈവത്തിന് കഴിയും. ദാഹമില്ലേ? പലതിനും വേണ്ടിയും നാം ദാഹിച്ചല്ലേ? ദാഹമില്ലേ? കർത്താവേ, ഉള്ളം പലതിനും വേണ്ടി ദാഹിക്കുകയല്ലേ? പല കാര്യങ്ങൾക്ക് വേണ്ടി, പല പ്രശ്നങ്ങൾ. എങ്ങനെ ഇതിനൊരു പരിഹാരം കിട്ടും? ഒരു തൃപ്തി എങ്ങനെ കിട്ടും? പൂർണ്ണ തൃപ്തി തരുന്നവൻ നമ്മുടെ അരികിലുണ്ട്. മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവനായും ഒരു ഭോജനയാഗമായി അർപ്പിക്കുമ്പോൾ ദൈവം തൃപ്തനാകും. ദൈവത്തിനും തൃപ്തി, മനുഷ്യനും ഒരുപോലെ തൃപ്തി. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കാം. നാം ഈ യാഗം അർപ്പിക്കുമ്പോൾ ഈ യാഗത്തിൽ ചേർക്കേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമാണ് ചേർക്കേണ്ടത്? അതിൻ്റെ 6-ാം വാക്യം വായിക്കാം. 2-ാം അധ്യായം 6-ാം വാക്യം. എന്തെല്ലാം ചേർക്കണം? അത് കഷണം കഷണമായി നുറുക്കി അതിന്മേൽ എണ്ണ ഒഴിക്കണം. അത് ഭോജനയാഗം. അത് കഷണം കഷണമായി നുറുക്കി അതിന്മേൽ എണ്ണയൊഴിക്കണം. ഈ യാഗത്തിൽ നാം തൃപ്തരാകണമെങ്കിൽ, നമുക്ക് തൃപ്തിയാകുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് തരണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ, ദൈവം തൃപ്തനാകണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? എണ്ണ ചേർത്ത് അർപ്പിക്കണം. ഈ ദോശ ചുടുന്നത് തന്നെ ചേർത്താ അല്ലേ? നമ്മൾ നോക്കുമ്പോൾ ഈ അടപ്പത്ത് വെച്ച് ചുട്ടുന്ന ഈ ഭോജനമാവ് കഴിക്കുന്നുവെങ്കിൽ നേരിയ മാവ് ഉണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം. അപ്പോൾ അത് ചുടുന്നത്, ഈ ദോശ ചുടുന്നതും വട ചുടുന്നതുമെല്ലാം എണ്ണയിലാണ് ചുടുന്നത്. എണ്ണ ചേർത്ത് ചുട്ടതാണെങ്കിലും അത് ദൈവത്തിന് അർപ്പിക്കുന്നതായ സമയത്ത് അതിൽ വീണ്ടും എണ്ണ കലർത്തിയാണ് അർപ്പിക്കുന്നത്. ഓർക്കണം, ആ ദോശ ചുട്ടെടുക്കുന്നത് എണ്ണ ചേർത്താണ്.
വീണ്ടും ആ ചുട്ടെടുത്ത ദോശയോ വടയോ കൊണ്ടുവന്ന് ദൈവത്തിന് അർപ്പിക്കുമ്പോഴും എന്ത് ചേർക്കണം? എണ്ണ ചേർക്കണം. എണ്ണ ചേർക്കണം എന്ന് പറഞ്ഞാൽ ആ ദോശ, ആ യാഗവസ്തു ചുട്ടെടുക്കുന്നതായ സമയം മുതൽ അത് ദഹിച്ച് ചാരമായി മനുഷ്യൻ്റെ കണ്ണുകൾക്ക് മറയോളം എണ്ണ കൊണ്ട് നിറയപ്പെട്ടതായിരിക്കണം. എന്നൂടെ പറയാം, ആ യാഗവസ്തു, ആ ദോശ അല്ലെങ്കിൽ വട യാഗവസ്തു രൂപപ്പെടുത്തുന്ന ചുട്ടെടുക്കുന്ന സമയം മുതൽ യാഗപീഠത്തിൽ എരിഞ്ഞ് കത്തി ചാരമായി ദഹിച്ച് മനുഷ്യൻ്റെ കണ്ണിന് മറയുന്നത് വരെ എണ്ണ കൊണ്ട് നിറയപ്പെട്ടതായിരിക്കണം. ഈ എണ്ണ എന്ന് പറഞ്ഞാൽ എന്തിനാ കാണിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. ബൈബിളിൽ എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യമായി നാം കാണുന്നുണ്ട്. എണ്ണ, അപ്പോൾ എണ്ണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതവും ക്രിസ്തുവിൻ്റെ ജീവിതവും, ഈ യാഗങ്ങളുടെ എല്ലാം പൂർത്തീകരണം ആരിലാണ് കാണുന്നത്? ക്രിസ്തുവിലാണ്. ഈ പുസ്തകച്ചുരുളിൽ എഴുതിയിരിക്കുന്നതെല്ലാം അതുപോലെയാണ് ക്രിസ്തുവിൻ്റെ യാഗത്തിൽ നിവൃത്തിയാകുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതം, അവൻ ജഡം ധരിച്ചു ഇല്ലേ, ഒരു മനുഷ്യ ശരീരമായി യാഗമർപ്പിക്കാനുള്ള യാഗവസ്തുവായി ഈ ഭൂമിയിലേക്ക് ദൈവപുത്രൻ അവതരിച്ചു. കർത്താവായ യേശുക്രിസ്തു ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലായിരുന്നു. ആത്മാവിനാൽ അവൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. യാഗവസ്തു ദോശയോ വടയോ അത് രൂപപ്പെടുത്തുന്നത്, അത് ചുട്ടെടുക്കുന്നത് എണ്ണ ചേർത്താണ്. ഒരു യാഗവസ്തുവായി ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ്, എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാനായി നീ എനിക്ക് ഒരു ശരീരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യ ശരീരമായി അർപ്പിക്കപ്പെടാനുള്ളതായ ഭോജനയാഗത്തിൻ്റെ ദോശയായി വടയായി രൂപപ്പെട്ടത് എങ്ങനെയാണ്? എണ്ണ ചേർത്താണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് യേശു ഉരുവാകുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു ആത്മാവിനാൽ അഭിഷിക്തനായവനുമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചില വാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ 45-ാം സങ്കീർത്തനം 7-ാം വാക്യം, 45-ാം സങ്കീർത്തനം 7-ാം വാക്യം. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്റെ ആനന്ദ തൈലം കൊണ്ട്, നിന്റെ പരിശുദ്ധാത്മാവാകുന്ന ആനന്ദ തൈലം കൊണ്ട്, എണ്ണ കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-ാം വാക്യം. യെശയ്യാവ് 61:1. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. എണ്ണ ചേർത്തത്, എണ്ണ പുരട്ടിയത്. എബ്രായ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. എബ്രായ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 27-ാം വാക്യം.
അപ്പോസ്തല പ്രവൃത്തികൾ 4:27. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസൻ. അതിൻ്റെ 10-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 10:38. ഞാൻ ചില വാക്യങ്ങൾ മാത്രം വായിക്കുന്നുള്ളൂ, വിവരിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഭോജനയാഗത്തിന്റെ ചുട്ടെടുത്ത വടയാണ്. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും യേശുവിനെ അഭിഷേകം ചെയ്തതും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ജനനം ആത്മാവിനാലായിരുന്നു. വേണ്ടി വാക്യം ഒന്ന് നോട്ട് ചെയ്യാം. ലൂക്കോസ് 1:34-35. വേണ്ടി ഒന്ന് വായിക്കാം. ബൈബിൾ ക്ലാസ് ആണല്ലോ, ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് ഗ്രഹിക്കാൻ നല്ലതാണ്. 1, ജനനം ആത്മാവിനാൽ. ലൂക്കോസ് 1:34-35. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. 2, വളർച്ച ആത്മാവിനാൽ. ലൂക്കോസ് 2:40. ജനനം ആത്മാവിനാൽ, വളർച്ച ആത്മാവിനാൽ. ലൂക്കോസ് 2:40. പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. ആത്മാവിൽ പൈതൽ വളർന്നു വന്നത് ആത്മാവിൽ ബലപ്പെട്ടാണ്. ആത്മാവിൽ വളർച്ച ആത്മാവിനാൽ. 3, സ്നാന സമയം ഈ എണ്ണ പുരട്ടുന്നുണ്ട്. പരസ്യ തൊഴിലേക്ക് ഇറങ്ങുന്നതായ സമയത്ത് എണ്ണ പുരട്ടുന്നു. മത്തായി 4:1, പരീക്ഷാ സമയം ആത്മാവിനാൽ. പരീക്ഷാ സമയം ആത്മാവിനാൽ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവാണ് പരീക്ഷാ സമയം. ദുഷ്ടന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എണ്ണ പുരട്ടി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. 5, വചനഘോഷണം ആത്മാവിനാൽ. ലൂക്കോസ് 10:21. ലൂക്കോസ് 10:21. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്. അപ്പോൾ കർത്താവ് വചനം പറയാ. ആ നാഴികയിൽ പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച് പറഞ്ഞത്. വചനഘോഷണം ആത്മാവിനാൽ. അപ്പോസ്തല പ്രവൃത്തി 10:38. അപ്പോസ്തല പ്രവൃത്തികൾ 10:38. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. യോഹന്നാൻ 6:63 കൂടെ. വചനഘോഷണം ആത്മാവിനാൽ. ശുശ്രൂഷകളെല്ലാം ആത്മാവിനാലാണ്. യോഹന്നാൻ 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. വചനഘോഷണം ആത്മാവിനാൽ. എബ്രായർ 9:14. മരണം ആത്മാവിനാൽ. ക്രിസ്തുവിൻ്റെ മരണം ആത്മാവിനാൽ. എബ്രായർ 9:14. മരണം ആത്മാവിനാൽ. നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം. അപ്പോൾ ഈ ദോശ എണ്ണയിൽ ചുട്ടതാണെങ്കിലും അർപ്പിക്കുന്ന സമയത്ത് എണ്ണ പുരട്ടി അർപ്പിക്കണം. ക്രിസ്തുവിൻ്റെ മരണം ആത്മാവിനാൽ. പുനരുത്ഥാനം ആത്മാവിനാലായിരുന്നു. പുനരുത്ഥാനം ആത്മാവിനാൽ. 1 പത്രോസ് 3:18. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും
ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. പുനരുത്ഥാനം ആത്മാവിനാൽ ജഡത്തിൽ കഷ്ടമനുഭവിക്കുകയും ആത്മാവിനാൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. റോമർ 1:5. റോമർ 1:5. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരുന്നതിനാലല്ലോ. റോമർ 8:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൂടെ. റോമർ 8:8 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ കൂടെ. സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇത് വിവരിക്കേണ്ട വാക്യമാണ്. ഞാൻ വാക്യം മാത്രം വായിച്ചു പോവുകയാണ്. പുനരുത്ഥാനം ആത്മാവിനാൽ, സ്വർഗാരോഹണം ആത്മാവിനാൽ. അപ്പോസ്തല പ്രവൃത്തിയിൽ 1:1. സ്വർഗാരോഹണം ആത്മാവിനാൽ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭോജനയാഗത്തിൻ്റെ തരിയില്ലാത്ത മാവാണ്. ഭോജനയാഗത്തിൻ്റെ ദോശയാണ്. ഭോജനയാഗത്തിൻ്റെ ചുട്ടെടുത്ത വടയാണവൻ. പ്രവൃത്തികൾ 1:1. തെയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം ആത്മാവിനാലാണ്. വളർച്ച ആത്മാവിനാലാണ്. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം സ്നാനസമയത്ത് ആത്മാവ് പ്രാവെന്ന രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങുന്നു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് നടത്തപ്പെട്ടപ്പോൾ ആത്മാവാണ് അവനെ പരീക്ഷയ്ക്കായി മരുഭൂമിയിലേക്ക് നടത്തിയത്. ക്രിസ്തുവിൻ്റെ വചനഘോഷണം ആത്മാവിനാലാണ്. മരണം ആത്മാവിനാൽ, പുനരുത്ഥാനം ആത്മാവിനാൽ, സ്വർഗാരോഹണം ആത്മാവിനാൽ. ഭോജനയാഗത്തിൻ്റെ വടയോ ദോശയോ അത് ചുട്ടെടുക്കുന്നതായ സമയം മുതൽ അത് അർപ്പിച്ച് അത് കത്തിയമർന്ന് മനുഷ്യൻ്റെ കണ്ണിന് മറയുന്നത് വരെ, അതൊരു ചാരമായി മനുഷ്യൻ്റെ കണ്ണിന് മറയുന്നത് വരെ എണ്ണ പുരട്ടിയതായിരിക്കണം, എണ്ണയാൽ നിറയപ്പെട്ടതായിരിക്കണം, ആത്മാവിനാൽ നിറയപ്പെട്ടതായിരിക്കണം. ക്രിസ്തു മനുഷ്യനായി ഉരുവായത് മുതൽ സ്വർഗാരോഹണം ചെയ്തതുവരെ അവൻ ആത്മാവിനാലായിരുന്നു. ആത്മാവിനാലാണ് അവൻ നടന്നത്. ആത്മാവിനാലാണ് അവൻ സംസാരിച്ചത്. ആത്മാവിനാലാണ് അവൻ ശുശ്രൂഷിച്ചത്. എല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായിരുന്നു. അവൻ വിളിച്ച് വേർതിരിച്ചവരായ നാമും ക്രിസ്തുവിൻ്റെ വിളി കേട്ട് സുവിശേഷത്താൽ വേർതിരിക്കപ്പെട്ടവരായ നാമും നമ്മുടെ ശുശ്രൂഷകളിൽ മാത്രമല്ല, പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ മാത്രമല്ല, സാക്ഷ്യം പറയുമ്പോൾ നിൽക്കുമ്പോൾ മാത്രമല്ല, നാമും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും, ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും ആത്മാവിനാൽ നിറയപ്പെട്ട അനുഭവത്തിലായിരിക്കണം. ആത്മാവ് നമ്മെ വിട്ട് മാറരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് നാം ആരും മാറിപ്പോകരുത്. എപ്പോഴും കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുമ്പോഴല്ല, ബൈബിൾ ക്ലാസ് എടുക്കുമ്പോഴോ ബൈബിൾ ക്ലാസ് കേൾക്കുമ്പോഴോ അല്ല, പ്രസംഗിക്കുമ്പോഴോ സാക്ഷ്യം പറയുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ മാത്രമല്ല, എല്ലായ്പ്പോഴും ആത്മാവിലൊരു ജീവിതം. ദൈവത്തിന് സ്തോത്രം. എല്ലായ്പ്പോഴും ഒരു വാക്ക് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ആത്മാവ് പുരട്ടിയതായിരിക്കണം. ഇല്ലേ? നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് കൃപയോട് കൂടിയതായിരിക്കണം. ഈ എണ്ണ കലർന്നതായിരിക്കണമെന്ന്.
ദൈവമക്കളുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് എണ്ണ കലർന്നതായിരിക്കണം, കൃപയോടുകൂടിയതായിരിക്കണം. ഒരു ചൂട് വെച്ചാൽ അത് ആത്മാവിനാലായിരിക്കണം, അത് ദൈവശക്തിയിലായിരിക്കണം. ഒരു ചുവട് വെച്ചാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഓടിപ്പോകല്ലേ. നിങ്ങൾ യെരുശലേം വിട്ട് ഒരു ചുവട് വെച്ച് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ചുവട് വയ്ക്കുന്നതിനും എന്ത് ചെയ്യണം? നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഈ ആത്മനിറവ് പ്രാപിക്കാതെ നിങ്ങളൊരു ചുവട് വയ്ക്കല്ലേ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരു ചുവട് വെച്ചാൽ അത് ആത്മാവിലായിരിക്കണം, ദൈവശക്തിയിലായിരിക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരം വിട്ടു പോകരുത്. ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കാതെ ഒരു കാലെടുത്ത് വെക്കാനിടയാകരുത്. ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു കാലത്ത് അനേകരുടെ ഉള്ളിൽ ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ആത്മീയ ഉണർവിന് ദൈവം ഉപയോഗിച്ച ഒരു പാവപ്പെട്ട ദൈവദാസനുണ്ടായിരുന്നു, കൊച്ചു കുഞ്ഞപ്പി ഉപദേശി. സാധു കൊച്ചു കുഞ്ഞു ഉപദേശിയല്ല, കൊച്ചു കുഞ്ഞപ്പി, അനുഗ്രഹീതനായ കൊച്ചു കുഞ്ഞപ്പി ഉപദേശി. അപ്പൻ്റെ കൂടെ കുട്ടിയായിരുന്നപ്പോൾ, അധികം പ്രായമില്ല, അപ്പൻ്റെ കൂടെ ഒരു യോഗത്തിൽ പോയതാ, വചനം കേൾക്കാൻ പോയതാ. അപ്പൻ്റെ കൂടെ ഒരു വചനം കേൾക്കാൻ പോയതാ. അന്ന് ആ യോഗത്തിൽ പ്രസംഗിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്ന ദേവദാസൻ വന്നില്ല, പ്രസംഗിക്കണ ആൾ വന്നില്ല. അവരെല്ലാവരും കൂടി പറഞ്ഞു, കുഞ്ഞപ്പി നീ പറ, ഇന്ന് നീ പ്രസംഗിക്കുക. കാരണം വേറെ ആരും ഇല്ല അവിടെ, അധികം പ്രായമില്ല, ചെറുപ്പമാണ്. ഇന്ന് കുഞ്ഞപ്പി പ്രസംഗിക്കണം. എല്ലാവരും പറഞ്ഞു. എഴുന്നേറ്റ് നിന്നു. കയ്യിൽ ഒരു പ്രസംഗം കുറിച്ച് വെച്ചത് ഉണ്ടായിരുന്നു. ഒരു കുറിപ്പൊക്കെ ആയിട്ട് എഴുതി എവിടെയെങ്കിലും ഒന്ന് പ്രസംഗിക്കാൻ ഉള്ളിലൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഒന്ന് കുറിച്ച് കുറിപ്പ് കയ്യിലുണ്ടായിരുന്നു. ആ കുറിപ്പുമായിട്ട് എഴുന്നേറ്റ് നിന്നു. അന്ന് ആ യോഗത്തിൽ ആദ്യമായിട്ട് പ്രസംഗിച്ചു. നല്ല പ്രസംഗം. ആളുകളെല്ലാം പറഞ്ഞു. ഈ 2 ദിവസം കൺവെൻഷൻ, ഈ പ്രസംഗിക്കാൻ വന്നയാൾ അവിടെ നിന്ന് താമസിച്ചാണ്. അങ്ങനെയാണല്ലോ, ഇന്നത്തെ പോലെ യാത്ര സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. നാളെയും കൺവെൻഷൻ ഉണ്ട്. അപ്പോൾ നല്ല പ്രസംഗമായിരുന്നു. നാളെയും കുഞ്ഞപ്പി തന്നെ പ്രസംഗിക്കണം അവർ പറഞ്ഞു. കുഞ്ഞപ്പി നടുങ്ങിപ്പോയി, ഈ പേടിച്ചു പോയി. കാരണം എന്താ ചെയ്യുക? കാരണം ആകപ്പാടെ ഒരു പ്രസംഗക്കുറിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവൻ പ്രസംഗിച്ച് കഴിഞ്ഞു. ഇനി എന്താ പ്രസംഗിക്കുക? നാളെ പ്രസംഗിക്കണം. വീട്ടിൽ വന്ന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വീട്ടിൽ നിന്ന് എഴുന്നേറ്റ്, എന്നൊക്കെ വലിയ സൗകര്യമുള്ള വീടുകളൊന്നും അല്ലല്ലോ, ഈ വക്കൽ ഓലപ്പരയൊക്കെയാണല്ലോ. വീടിനോട് ചേർന്ന് കപ്പത്തോട്ടമാണ്. രാത്രി എഴുന്നേറ്റ് ആ കപ്പത്തോട്ടിൽ കപ്പയുടെ വാരത്തിനിടയിലുള്ളതായ കപ്പത്തോട്ടിൽ വന്ന് മുട്ടുകുത്തി. കാരണം മറ്റുള്ളവരൊക്കെ കിടന്നുറങ്ങുകയാണ്, ഒത്തിരി മുറികളൊന്നുമില്ലല്ലോ. ആ കപ്പത്തോട്ടിൽ മുട്ടുകുത്തി കർത്താവേ, നാളെയും വചനം പറയാൻ പറഞ്ഞേക്കുക. എനിക്കൊന്നും അറിയാൻ പാടില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു കുറിപ്പുമില്ല, ഒന്നുമില്ല. കർത്താവേ, നീ വചനം തരണമേ, ഞാൻ എന്താ പറയേണ്ടത്? ശരിക്കും ഒരു ആവശ്യക്കാരനായി കരഞ്ഞ് ആ കപ്പത്തോട്ടിൽ മുട്ടുമടക്കി. വെളുപ്പിന് ഏതാണ്ടൊരു 3 മണി സമയമായപ്പോൾ ആ കപ്പത്തോട്ടിൽ വെച്ച് ആ ദൈവദാസൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ആ മൺകൂടാരത്തിൽ പകർന്നു. ആത്മനിറവുള്ളവനായി മാറി. അന്ന് തുടങ്ങിയതാണ് പ്രസംഗം. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷകൾ എണ്ണ പുരട്ടിയത് ആത്മാവിനാൽ. ഞാനിന്ന് ക്ലാസ് നിർത്തുകയാണ്, സമയം കഴിഞ്ഞല്ലോ. നാം ഓരോരുത്തരും കൊതിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ ആത്മാവ് എന്നെ വിട്ടുമാറാൻ ഇടവരരുത്. ഞാൻ ഈ മണ്ണിൽ മരിച്ചു വീഴുമ്പോൾ എൻ്റെ ആത്മാവിനെയും കൊണ്ട് നിത്യസ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം കർത്താവേ, എൻ്റെ ജീവിതം മുഴുവനും ആത്മനിറവുള്ളതാക്കി മാറ്റിത്തരണമേ. നാം ഓരോരുത്തരും കൊതിക്കണം, ഓരോരുത്തരും ദാഹിക്കണം. കർത്താവേ, ആത്മീയ ശുശ്രൂഷ അങ്ങനെയാണ്.
ഒരു ഭോജനയാഗമായി ഈ ദോശ രൂപപ്പെടുന്നതായി ചുട്ടെടുക്കുന്നതായി സമയം മുതൽ അത് യാഗപീഠത്തിൽ കത്തിയമർന്ന് കണ്ണിന് മറയുന്നത് വരെ എണ്ണ പുരട്ടിയതായിരിക്കണം. ഒരു കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇനിയുണ്ട് കാര്യങ്ങൾ. ദൈവം കൃപ വരുന്നതുപോലെ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ജീവിതവന കാര്യങ്ങളിലേക്ക് കർത്താവേ, ഈ എണ്ണ പുരട്ടി നിന്റെ ആത്മാവിനെ നടത്തണം. നിന്റെ ആത്മാവിനാൽ ഞാൻ നിയന്ത്രിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിയന്ത്രിക്കപ്പെടണം. എണ്ണ പുരണ്ട ജീവിതങ്ങളായി, ആത്മനിറവുള്ള ജീവിതങ്ങളായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ജീവിതങ്ങളായി, ആത്മസ്വഭാവമുള്ള ജീവിതങ്ങളായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൽക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം.